ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡൈൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. ദോശകൾക്ക് പുറമെ ഊത്തപ്പം, ഇഡ്ഡലി, ചപ്പാത്തി, പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ ചേലക്കര. തിരുവല്ലാമലയിൽ തലയിൽ മുറിവേറ്റ കാള നൊമ്പര കാഴ്ചയാകുന്നു. തലയിൽ മുറിവേറ്റ കാള നൊമ്പര കാഴ്ചയാകുന്നു. തിരുവല്ലാമലയിലെ തെരുവീഥികളിൽ ആഴ്ചകളോളമായി തലയിൽ മുറിവേറ്റ് പുഴുവരിച്ച് കാരുണ്യം തേടുന്ന രീതിയിൽ കാള തെരുവിൽ അലയുകയാണ്. അധികാരികൾ നിഷ്ക്രിയരാണ്. തിരുവല്ലാമലയിൽ നൂറുകണക്കിന് പശുക്കളും കാളകളുമാണ് തെരുവിൽ അലയുന്നത്. പലരെയും ഇവ കുത്തി പരിക്കേൽപ്പിക്കുന്നതും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും സ്ഥിരം കാഴ്ചയാണ്. അമ്പലത്തിലേത് എന്ന വ്യാജേനെ പലരും വളർത്തുന്നതാണ് ഇവയെ. അപകടങ്ങളിലും കാളപ്പോരിലും ഇവയ്ക്ക് പരിക്കുപറ്റുന്നത് നിത്യസംഭവമാണ്. ഈ നാൽക്കാലികളെ പിടിച്ചുകെട്ടാൻ പഞ്ചായത്ത് അധികാരികൾ തയ്യാറാവണമെന്നും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സ്കൂളിലേക്ക് പോകുന്നവർക്ക് ഭീഷണിയാണ് ഇവയെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ആഴ്ചകൾക്ക് മുന്നേ പാലക്കാട് കല്ലേക്കാട് സ്വദേശി എൻ കൃഷ്ണന്റെ കുടുംബത്തിന് ഇത്തരത്തിൽ തെരുവ് കാള ഇടിച്ചു പരിക്കുപറ്റുകയും ആ കുടുംബത്തിന് നഷ്ടപരിഹാരം രൂപ പിരായിരി ഗ്രാമപഞ്ചായത്ത് കൊടുക്കണമെന്നും ട്രിബ്യൂണൽ MST കോടതി വിധിച്ചിരുന്നു. തെരുവിൽ അലയുന്ന മൃഗങ്ങളെ നിയന്ത്രിക്കേണ്ടത് പൂർണ്ണമായും ഗ്രാമപഞ്ചായത്തിന്റെ ചുമതലയാണെന്നും അല്ലാത്ത പക്ഷം ഗുരുതരമായ കൃത്യവിലോപമാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. തെരുവുകാള ആളുകളെയും വാഹനങ്ങളെയും ആക്രമിച്ചതും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതുമായ നിരവധി വാർത്തകൾ CCV നൽകിയിരുന്നതുമാണ്. CCV ന്യൂസ്, തിരുവല്ലാമല.